ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ krishwizzarts. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പെട്ടി, ഒരു പെട്ടിയല്ല, 1 2 3 4 പെട്ടികൾ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയും പെട്ടികൾ വെച്ചിട്ട് നമ്മുടെ വീടിനകത്തുള്ള ഒരു ഷെൽഫിനകത്ത് നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാൻ പോകണ്ട. ഷെൽഫിനകത്ത് കുറച്ച് ഡ്രസ്സുകൾ വെക്കാനോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വെക്കാനോ കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ കുറച്ച് സ്റ്റോറേജ് സെറ്റ് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. സോ നമ്മുടെ വീട്ടിൽ വെറുതെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന വല്ല ഷെൽഫുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് പെട്ടിക്കോളങ്ങളൊന്നുമില്ല, അതായത് ഇങ്ങനെ തിരിച്ച് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീടിനകത്ത് ഇരിക്കുന്ന ഈ ഒരു ഷെൽഫ് ഉണ്ടോ, ഈ ഷെൽഫിൽ 2 കോളങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെ നമുക്ക് സാധനങ്ങളൊന്നും അങ്ങനെ അടക്കി പറക്കി വെക്കാൻ പറ്റില്ല. എന്തെങ്കിലും വെക്കുവാണെങ്കിൽ തന്നെ കാശിക്കൊണ്ട് എടുത്തിട്ട് പോകും. ഇത് ആക്ച്വലി കിച്ചണിൽ ഇരുന്നിട്ടുള്ള ഒരു ഷെൽഫായിരുന്നു കേട്ടോ. ഞാൻ തോന്നുന്നു ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് നമ്മൾ നോക്കിയപ്പോൾ ഇതിന് നീളത്തിൽ വെച്ച് നോക്കിയപ്പോൾ പറ്റുന്നില്ല കേട്ടോ, നീളം എത്തണില്ല. സോ നമ്മൾ ഇതുപോലെ പൊക്കത്തിൽ വെച്ച് നോക്കിയിട്ട് അതൊന്ന് അളവിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് പോർഷനിൽ ഓപ്പൺ ആകുന്ന രീതിയിലാണ് നമുക്ക് ഇതുപോലെ വെക്കാൻ പറ്റുന്നത്. ചെരിച്ച് വെക്കാൻ പറ്റുള്ള നമ്മുടെ ഷെൽഫിനുള്ള അളവിലുള്ള കാർഡ്ബോർഡ് ബോക്സ് എല്ലാം കിട്ടിക്കണേ. അത് സീനില്ല കേട്ടോ. നമുക്കിത് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് എത്ര കാർട്ടൺ ബോക്സ് വേണമെന്നുള്ളത് നമ്മുടെ ഷെൽഫിൻ്റെ അളവ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സോ നമുക്ക് 3 എണ്ണം മുകളിൽ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ തുറന്നിരിക്കുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം. ഫ്രണ്ട് പോർഷൻ നേരെ പെട്ടി കൊണ്ടുവരിക, പെട്ടി ഇങ്ങനെ നടുക്കുമ്പോൾ മുറിക്കുക, നേരെ നമ്മുടെ ഷെൽഫിലേക്ക് കയറ്റി വെക്കാം. സോ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം ഇങ്ങനെ ഫ്രണ്ടിൽ കാണുമ്പോൾ വൃത്തികേടാണ് കാർഡ്ബോർഡ് അല്ലിരിക്കുന്നത്. സോ നമുക്ക് അവിടെ നല്ല വാൾ സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ കളർ പേപ്പേഴ്സോ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി കൂട്ടുകാരെന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി സ്റ്റഡി സ്റ്റോറേജ് പുസ്തകങ്ങളൊക്കെ വെക്കണ ടേബിൾ ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ഐഡിയ നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ടിലുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റഡി സ്റ്റോറേജ് ടേബിൾ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പുസ്തകങ്ങൾ, ഭാഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്രാഫ്റ്റ് ഐറ്റംസ് അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ പെട്ടികളായിട്ട് വെക്കാം കേട്ടോ. ഇനി ഇങ്ങനെ ഒരു ഷെൽഫ് ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഓരോ പെട്ടി ഉണ്ടാക്കിയിട്ട് തൊട്ട് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നും വെച്ച് കൊടുക്കണതിൻ്റെ ഒരു പെട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേറൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് വേണം അടുത്ത പെട്ടി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷനിലേക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വോൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചെടുത്താണ്. അപ്പോൾ നമ്മൾ സൈഡ് പോർഷനിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു എൻഡിൽ തുറന്നിരിക്കുന്ന ഒരു ഭാഗത്ത് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ കുപ്പിയുടെ അടപ്പുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുപ്പികളാണ് നമ്മുടെ വീട്ടിൽ നിറച്ച് തൂക്കിയിട്ടേക്കണേ. ഈ കുപ്പിൻ്റെ അടപ്പുകൾ ഇവിടെ ഉണ്ട്. കുപ്പികളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ, പെയിൻ്റ് അടിച്ചിട്ട്. സോ സെൻറ്ററിലായിട്ട് ചെറിയൊരു ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ നമ്മളതിനകത്ത് നമ്മുടെ ആ ഒരു ഡിസൈനകത്ത് കോൺട്രാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിസ്കോ ബാൻഡാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് ഇരുന്നോളും. പക്ഷേ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. ഇടയ്ക്ക് ചാടിപ്പോന്നിട്ടുണ്ട്. സോ നല്ല രീതിയിൽ ഒട്ടണ എന്തെങ്കിലും പശ ഉണ്ടെങ്കിൽ ആ ഒരു പശ വെച്ചിട്ട് നമ്മളിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡിസ്കോ ബാൻഡ് ഇട്ടുണ്ടെങ്കിൽ നമുക്കിത് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ സെറ്റായി കിട്ടും കേട്ടോ. സോ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിനകത്ത് നമ്മൾ എപ്പോഴും എടുക്കാത്ത സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ കാശിക്കുട്ടിൻ്റെ കളിപ്പാട്ടൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വേണമെങ്കിൽ ഇട്ട് വെക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ട് കൂട്ടുകാരെ. അപ്പോൾ ഇതിലുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത ദിവസം ഏതെങ്കിലും ഒരു അൽക്കുലത്തായിട്ട് വരുന്നേക്കും. ബൈ ബൈ.